നോമ്പായതുകൊണ്ട് രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഓതി ഇരുന്നിട്ട് ഒരു കിടത്തം നിർബന്ധമാണ് കേട്ടോ. അത് കഴിഞ്ഞ് എണീക്കുന്നത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറാകുമ്പോഴാണ്. നമുക്ക് 9 മണിയും കഴിഞ്ഞിട്ടാണ് മക്കളുടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ, അടുത്തായതുകൊണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. തലേന്ന് ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാറുള്ളത്. മടിയായിട്ടൊന്നുമല്ല, ആൾ കഴിക്കാനായിട്ട് വലിയ കൂട്ടാക്കാറില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാനും വെക്കും കേട്ടോ. പിന്നെ തലേന്ന് വെക്കുന്ന ചോറ് കുറച്ച് വേവ് കുറച്ച് വാങ്ങി വെച്ചിട്ട് അതാണ് ഞാൻ ലഞ്ചിന് കൊടുത്തു വിടാറുള്ളത്. മോൻ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് തന്നെ ആ പണി അങ്ങനെ കുറഞ്ഞിരിക്കും കേട്ടോ. അല്ലെങ്കിലും നോമ്പിൽ നമുക്ക് പണി വളരെയധികം കുറവാണല്ലോ. നോമ്പിൽ പകൽ പണി കുറവാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 8ൻ്റെ മുട്ടിനോട്ടം ഓടേണ്ട വരും കേട്ടോ. അങ്ങനെയാണെങ്കിലും ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ദേഷ്യം വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടിതട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഇന്ന് മോള് സ്കൂളിൽ പോകുന്നില്ല, ആൾക്ക് എന്താണെന്നറിയില്ല, ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തകൃതിയായിട്ട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോൻ പോകാറായപ്പോഴത്തേക്കും മോളും എണീറ്റ് വന്നിട്ടുണ്ട്. അവളുടെ ഒരു പിടിവാശി എന്നൊക്കെ പറയാം, അവന് ടാറ്റ കൊടുക്കുക എന്നുള്ളത് പുള്ളിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആ ടൈമിൽ എവിടെയാണെങ്കിലും പുള്ളിക്കാരി ഓടി എണീറ്റ് വരാറുണ്ട്. അങ്ങനെ മുറ്റവും സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയ പിന്നെ ഇന്നത്തെ പണികൾ അങ്ങനെ കുറേ കഴിയാണ് കേട്ടോ. കാരണം ഞാൻ ഇടയത്താഴത്തിന് എണീക്കുമ്പോൾ തന്നെ ഏകദേശം കിച്ചണിലെ പരിപാടിയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇനി അടിച്ചു വാരി തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ തീരും കേട്ടോ. അങ്ങനെ മോൻ പോണ വരെ അവിടെ താളം തുള്ളിയൊക്കെ നിന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അകത്തോട്ട് കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ സംഭവം ഓർത്തത് കേട്ടോ. നമ്മൾ നടാൻ വേണ്ടിയിട്ട് 2-3 ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മണിമുല്ല കുറേ നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ അതും നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളും ആ സൈഡിൽ കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പം മോൾക്ക് എവിടുന്നാണെന്നറിയില്ല ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ചെറിയ കുപ്പി കണ്ടിട്ടുണ്ടെങ്കിലും അതിലെന്തെങ്കിലും ഒരു ചെടി നട്ട് വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തരില്ല കേട്ടോ ഇപ്പോൾ പരിപാടി. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തന്നെ അതിനൊരു ഓഫറായിട്ട് ഞാനൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.